നമ്മൾ എന്ത് പറയാ 1000 days 1000 ദിനങ്ങൾ എന്ന് പറയാം. അപ്പൊ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അതായത് അവർക്ക് ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു കാലഘട്ടമാണ് എന്ത് ഈ ഒരു 1000 ദിനങ്ങൾ. അപ്പൊ ഈ ഒരു 1000 ദിനത്തില് ഇപ്പൊ ലാക്ടേഷന്റെ കാര്യം പറഞ്ഞു, അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഗർഭകാലം എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർ പുറത്തോട്ട് വന്നില്ലെങ്കിലും അവരുടെ വളർച്ച നടക്കുന്നത് മൊത്തം അമ്മമാരുടെ വയറ്റിനുള്ളിൽ നിന്നല്ലേ. അപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് എന്ത് വേണം, അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, അമ്മമാരുടെ ഭക്ഷണത്തിലൂടെ എന്ത് ചെയ്യണം, കുട്ടിക്ക് കിട്ടണം. ഇപ്പൊ നോർമലി ഒരാൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡോക്ടർമാരായാലും അല്ലെങ്കിൽ ആശാവർക്കറായാലും ഒക്കെ ഒരുപാട് സപ്ലിമെന്റ്സ് കൊണ്ടു തരുന്നുണ്ട് അല്ലേ. എന്തൊക്കെ സപ്ലിമെന്റ് നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കണം എന്ന് പറയുന്നത്? സപ്ലിമെന്റ്സ് ആയിട്ട് ഗുളികളായിട്ട് കഴിക്കാൻ പറയാറില്ലേ? ഫോളിക് ആസിഡ്, കാൽഷ്യം, അയൺ, ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മളോട് നിർബന്ധമായിട്ട് എടുക്കണം എന്ന് പറയാറുണ്ട്. ഇത് എടുക്കാറുണ്ടോ എല്ലാവരും? എന്തിനാ എടുക്കുന്നത്? കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് ഓരോന്നും നമുക്ക് ഓരോരോ ഉപയോഗങ്ങളാണുള്ളത്. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് എന്താ, ആദ്യത്തെ മാസങ്ങൾ എടുക്കുന്ന സപ്ലിമെന്റ് എന്താ, ഫോളിക് ആസിഡ് നമ്മൾ ആദ്യം കഴിക്കും. ശരിക്കും ഫോളിക് ആസിഡ് നമ്മൾ കഴിക്കപ്പോഴാണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയി കഴിക്കുമ്പോൾ ഡോക്ടർ നമുക്ക് ഫോളിക് ആസിഡ് ആദ്യത്തെ 3 മാസങ്ങളിൽ കഴിക്കാൻ തരും. ശരിക്കും ഈ ഒരു ഫോളിക് ആസിഡ് എന്തിനാണ് കഴിക്കാൻ തരുന്നതെന്ന് അറിയോ? മെയിനായിട്ട് ഒരു ഫോളിക് ആസിഡിന്റെ പ്രവർത്തനം, അതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്, അവിടെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക്, ന്യൂറൽ ട്യൂബിന്റെ ഒക്കെ പ്രവർത്തനത്തിനാണ് എന്ത് വേണ്ടത്, ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞ സാധനം വേണ്ടത്. ഈ ഒരു ഫോളിക് ആസിഡ് അതാണ് ശരിക്കും നമുക്ക് വേണ്ടത് ആ ഒരു ആദ്യത്തെ 28 ദിവസത്തിലാണ്. കാരണം ആ സമയത്താണ് അതിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഗർഭിണിയായിട്ട് 28 ദിവസത്തിനുള്ളിലാണ് നമുക്ക് ഇതിന്റെ അത്യാവശ്യം ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ നോർമലി ചില ആൾക്കാർ ഗർഭിണിയാണെന്ന് അറിയപ്പോഴായിരിക്കും 1 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ്. അപ്പൊ 28 ദിവസം എന്ത് ചെയ്യും, കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഗർഭിണിയാവാൻ പ്ലാൻ ചെയ്യുമല്ലോ, അതിന് 6 മാസം മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ്സ് കഴിക്കണം എന്ന് പറയും. കാരണം അതിന്റെ അഭാവം മൂലം കുട്ടികൾക്ക് ജനിതകപരമായിട്ട് വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത എന്താണ്, കൂടുതലാണ്. ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തുണ്ട്, ഫോളിക് ആസിഡ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഇലക്കറികളിലും ധാന്യങ്ങളിലൊക്കെ എന്തുണ്ട്, ഫോളിക് ആസിഡ് ഉണ്ട്. അഥവാ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോയാൽ കുഞ്ഞിനൊരു പ്രശ്നം വരാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്, നേരത്തെ തന്നെ നമ്മുടെ ഈ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് ആയിട്ട് സപ്ലിമെന്റ് ആയിട്ട് കഴിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ പറയുന്ന ഒരു സപ്ലിമെന്റ് ആണെന്ത്, കാൽഷ്യം. കാൽഷ്യത്തിന്റെ ഉപയോഗം എന്താ, എല്ലിനും പല്ലിനും അല്ലാതെ വേറെ എന്തെങ്കിലും ഉപയോഗം അറിയോ?